സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. കോൺഗ്രസിലും ഘടകകക്ഷികൾക്കിടയിലും സതീശനെതിരെയുള്ള വിമർശനം ഉയർന്നു കഴിഞ്ഞു. മന്ത്രിസഭയിലും കോൺഗ്രസിലും വിഷയത്തിൽ ഏകാഭിപ്രായമില്ലാത്തതും വിവിധ മത സാമുദായിക സംഘടനകൾക്കിടയിൽ പ്രതിഷേധം കനത്തതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ വിഷയം നിയമസഭാ സമ്മേളനത്തിലും ആളിക്കത്തി. സംസ്ഥാന ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിന് പിന്നിൽ വൻ അഴിമതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിൽ ആരോപിച്ചു. അന്താരാഷ്ട്ര മദ്യക്കമ്പനിയായ ബെക്കാഡിയെ സഹായിക്കാനായാണ് സർക്കാർ ബജറ്റിൽ അട്ടിമറി നടത്തിയതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം. ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സംസ്ഥാന സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന വീര്യം കുറഞ്ഞ മദ്യവിവാദം തന്നെയാണ് ഇന്ന് സ്പോട്ട്ലൈറ്റും വിഷയമാക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യമൊഴുക്കാൻ ആർക്കാണ് തിടുക്കം? പുതിയ ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി ഘടനയനുസരിച്ച് 0.5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യങ്ങൾക്ക് 120%, 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175%മാണ് നികുതി നിശ്ചയിച്ചിട്ടുള്ളത്. എഥനോളിന്റെ അളവ് കണക്കാക്കിയാണ് മദ്യത്തിന്റെ വീര്യം നിർണ്ണയിക്കുന്നത്. നിലവിൽ ബിയറിന്റെ പരമാവധി വീര്യം 8%, നികുതി 116%. വൈനിന്റെ പരമാവധി വീര്യം 15.5%, നികുതി 86%. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ പരമാവധി വീര്യം 42.86%, നികുതി 241 മുതൽ 251% വരെയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സമർപ്പിക്കപ്പെട്ട രണ്ടാമത്തെ റിപ്പോർട്ടിലെ ശുപാർശ പ്രകാരം 5 മുതൽ 10% വരെ വീര്യമുള്ള മദ്യങ്ങൾക്ക് ബിയറിന് തുല്യമായ 116% നികുതി ഈടാക്കണമെന്നായിരുന്നു നിർദ്ദേശം. നിലവിൽ ബിയർ, വൈൻ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്നീ വിഭാഗങ്ങൾക്കാണ് കേരളത്തിൽ വ്യക്തമായ ഒരു നികുതി ഘടനയുള്ളത്. ബിയറിന്റെ നികുതി ഘടനയിൽ ഉൾപ്പെടാത്ത 0.5 മുതൽ 10% വരെ വീര്യമുള്ള മറ്റു മദ്യങ്ങൾക്ക് ഏതു നികുതി നിരക്കാണ് ബാധകമാക്കേണ്ടത് എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിന്നിരുന്നു. ബിയറിന് നിലവിൽ 116% നികുതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള ബിയർ കാറ്റഗറിക്ക് താഴെയും തൊട്ടുമുകളിലുമുള്ള പുതിയ വിഭാഗത്തിന് 120% നികുതി നിശ്ചയിച്ചതാണ് ഈ വിവാദത്തിന് അടിസ്ഥാനം. നികുതി നിരക്ക് ബിയറിനേക്കാൾ കുറഞ്ഞതല്ലെങ്കിലും പുതിയ കാറ്റഗറി സൃഷ്ടിക്കുന്നത് നേരത്തെ വിപണിയിലില്ലാത്ത കുറഞ്ഞ വീര്യമുള്ള പുതിയ ഉൽപ്പന്നങ്ങൾക്ക് കേരള വിപണി തുറക്കാൻ വഴിയൊഴുക്കുമോ എന്ന ആശങ്കയാണ് വിമർശകർ ഉയർത്തുന്നത്. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ അനുവദിക്കുന്നതിനുള്ള നീക്കങ്ങൾ 2010 വി.എസ്. അച്യുതാനന്ദൻ സർക്കാർ ആരംഭിച്ചിരുന്നുവെങ്കിലും നയപരമായ വ്യക്തത വന്നത് 2023 മദ്യനയത്തിലൂടെയായിരുന്നു. കഴിഞ്ഞ സർക്കാർ 2022-23 അബ്കാരി നയത്തിൽ വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന അനുവദിച്ച് ഈ ചട്ടത്തെ ഭേദഗതി ചെയ്തെങ്കിലും നികുതി ഘടന പ്രഖ്യാപിച്ചിരുന്നില്ല. 42.86% വീര്യമുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ അതേ നികുതിയായ 251% നൽകേണ്ടിയിരുന്നതിനാൽ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഒരു കമ്പനിയും വിറ്റില്ല. പ്രമുഖ കമ്പനികൾ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനായി നികുതി ഘടന പരിഷ്കരിക്കാൻ കഴിഞ്ഞ സർക്കാരിനെ സമീപിച്ചിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. കർണാടകയിലെ ബെക്കാഡി കമ്പനിക്ക് വേണ്ടിയാണ് UDF സർക്കാർ ഇപ്പോൾ നികുതി ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ ആരോപിച്ചത്. നികുതി കുറയ്ക്കാൻ 2023 ബെക്കാഡി കമ്പനി സംസ്ഥാന നികുതി വകുപ്പിന് അപേക്ഷ നൽകിയത്. കഴിഞ്ഞ സർക്കാർ ഇക്കാര്യത്തിൽ തിടുക്കപ്പെട്ട ഒരു നടപടിയും സ്വീകരിച്ചില്ല. എന്നാൽ ഈ പുതിയ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ശരവേഗത്തിൽ ഫയൽ നീക്കമുണ്ടായി. വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇളവ് നൽകി സ്വകാര്യ കമ്പനിക്ക് അമിത ലാഭം കൊയ്യാൻ അവസരമൊരുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാരിനെതിരെ ആരോപണമുന്നയിച്ചു. കമ്പനിയുടെ ആദ്യ അപേക്ഷ 2023 ലഭിച്ചത്. വി.ഡി. സതീശൻ സർക്കാർ വന്നതിനു ശേഷം മെയ് മാസം 21 ജീവൻ വച്ച ഫയൽ 2.5 മണിക്കൂറിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിയെന്നും രേഖകൾ വെളിപ്പെടുത്തുന്നുണ്ട്. ലഹരിയെ സംസ്ഥാനത്ത് നിന്നും പിഴുതെറിയാൻ ഓപ്പറേഷൻ തൂഫാൻ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുമ്പോൾ മദ്യപാനം കൂട്ടിയേക്കാവുന്ന സർക്കാർ നടപടിയിൽ മുന്നണിക്കുള്ളിലും അതൃപ്തി പുകയുന്നുണ്ട്. വി.ഡി. സതീശന്റെ ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ ആക്ഷേപവുമായി പ്രതിപക്ഷ രംഗത്ത് വന്നു. തുടർന്നാണ് പാളയത്തിലെ പട പോലെ കോൺഗ്രസിനുള്ളിലും എതിരഭിപ്രായങ്ങൾ ഉയർന്നത്.
മുതിർന്ന നേതാവ് VM സുധീരനും മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയതിന് പിന്നാലെ എക്സൈസ് മന്ത്രി M ലിജു, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരും നികുതി നിരക്കിൽ എതിരെ അഭിപ്രായം പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തു. മദ്യനികുതിയിലും ധാതുമണൽ വിഷയത്തിലും ആശങ്കകൾ ഉയർന്നിട്ടുണ്ടെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കിയതാണ്. സർക്കാരിന് ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടെന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. മന്ത്രി രമേശ് ചെന്നിത്തലയും നികുതി നിരക്കിനെ പരസ്യമായി പിന്തുണയ്ക്കാൻ തയ്യാറായില്ല. വകുപ്പ് പോലും അറിയാതെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുവാനുള്ള മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ എക്സൈസ് മന്ത്രി M ലിജു മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ ലഹരി വിരുദ്ധ ഡ്രൈവായ ഓപ്പറേഷൻ തൂഫാനെ പിന്തുണച്ചുകൊണ്ട് ലീഗ് മുഖപത്രമായ ചന്ദ്രികയിലും സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലും എഴുതിയ ലേഖനങ്ങളിലാണ് അദ്ദേഹം പുതിയ മദ്യനയത്തിലെ വിയോജിപ്പ് പരസ്യപ്പെടുത്തിയത്. ലഹരിയെ പുറത്താക്കാൻ നാടും നഗരവും ഓപ്പറേഷൻ തൂഫാനുമായി കൈകോർക്കുമ്പോൾ തന്നെ ബജറ്റിലെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആശങ്കകൾ കൂടി ദൂരീകരിക്കാൻ കഴിയണമെന്ന് അദ്ദേഹം ഈ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാർ തീരുമാനത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് ഓർത്തഡോക്സ് സഭയും സീറോ മലബാർ സഭയും രംഗത്ത് വന്നു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് വീര്യം കുറയരുത് എന്നും ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാനും മറുവശത്ത് മദ്യവ്യാപനത്തിന് പഴുതൊരുക്കുന്ന നടപടിയുമാണ് സർക്കാരിന്റേതെന്ന് മുഖപത്രമായ സിറാജിലെ എഡിറ്റോറിയലിലൂടെ സമസ്തയും വിമർശിക്കുന്നുണ്ട്. സംസ്ഥാന ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയെങ്കിലും അത് അനുവദിക്കപ്പെട്ടില്ല. മുഖ്യമന്ത്രിയാവട്ടെ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയിട്ടുമില്ല. ഇടതു സർക്കാരിന്റെ ഇതേ നയത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം നയിച്ചയാളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ. വ്യക്തമായ മദ്യനയം അവതരിപ്പിച്ച് ഭരണത്തിലേറിയ UDFന്റെ നയവ്യതിയാനമാണ് പുറത്തു വന്നതെന്നാണ് ഘടകകക്ഷികളുടെ ആരോപണം. പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യാതെയായിരുന്നു മദ്യനയത്തിൽ മാറ്റം കൊണ്ടുവരാൻ മുഖ്യമന്ത്രി ഇപ്പോൾ തീരുമാനിച്ചിരുന്നത് എന്നും വിമർശനമുയരുന്നു. തൂഫാൻ എന്ന പേരിൽ ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികളുടെ ആത്മാർത്ഥതയും ഈ തീരുമാനത്തിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. സ്വകാര്യ കമ്പനിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടായി എന്ന ആരോപണം ഉയരുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും കൂടി ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം വീണ്ടും കാണാം.